ഹലോ, ഇന്നത്തെ വീഡിയോയിൽ 3 സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് 3 ഗ്ലാസ് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജ്യൂസിൻ്റെ ബോട്ടിലാണ്. നമുക്ക് എന്ത് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ബോട്ടിലിന് മുകളിൽ സ്പഞ്ച് വെച്ചിട്ടൊരു ബേസ് കോട്ട് കൊടുക്കാം. അപ്പോൾ അക്രിലിക് കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ബേസ് കോട്ട് കൊടുക്കുന്നത്. സ്പഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ടായാലും കുഴപ്പമില്ല. പെയിൻറ്റിങ് ബ്രഷായിട്ട് നമ്മൾ ബേസ് കോട്ട് കൊടുക്കുമ്പം അതിലൊരു ഇങ്ങനെ ലൈൻസ് പോലെ ചിലപ്പോൾ മാർക്ക് വീഴും. സ്പഞ്ച് ആകുമ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷ് പോലെ കിട്ടും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം അത് നല്ല പോലെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഒരു കോട്ടും കൂടെ കൊടുക്കണം. അപ്പം നല്ല ഈവൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ബേസ് കോട്ടായിട്ട് കിട്ടും. ഇതുപോലുള്ള സ്പഞ്ച് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് കിച്ചണിലെ സ്പഞ്ചിൽ നിന്നൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഉപയോഗിച്ച് ചെയ്താലും മതി. അപ്പം ഞാനിത് 2 ലെയർ ബേസ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. കണ്ട നല്ല ഈവൻ ഫിനിഷിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ എന്ത് ഡിസൈനാണോ വരച്ച് കൊടുക്കാൻ പോകുന്നത് ആ ഒരു ഷേപ്പിൽ ആക്രിലിക് കളർ വൈറ്റ് ആക്രിലിക് വെച്ചിട്ട് നമ്മളൊരു തിന്നായിട്ടുള്ളൊരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ഫ്രീ ഹാൻഡായി വരക്കുമ്പം ആ ഡിസൈന് തെറ്റാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ കുഞ്ഞ് വിരലുണ്ടല്ലോ അത് റെഡ് കളർ ആക്രിലിക്കിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും കുഞ്ഞു വിരൽ വൈറ്റ് ആക്രിലിക്കിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ റെഡ് ഡോട്ട്സിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇത് ഞാനൊന്ന് ജസ്റ്റ് ചെറുതായി ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു ഷെയ്ഡിൽ കണ്ടോ ഇതുപോലെ വരും. ഇതുപോലെ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഒരു വൈറ്റ് ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ 2 ഫ്ലവേഴ്സും കൂടെ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ആദ്യം റെഡ് കളർ കൊണ്ട് ഡോട്ട്സ് ഇട്ടിട്ടൊരു ഫ്ലവർ ഷേപ്പിൽ വെക്കുക. അതിന് മുകളിൽ വൈറ്റ് കളർ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലൊക്കെ ചെയ്തെടുക്കാം. ഇനി ഞാനിത് വൈറ്റും ബ്ലൂ കളറിൽ ഒരു കുഞ്ഞു ഫ്ലവറും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റെഡ് ഫ്ലവേഴ്സിൻ്റെ അടുത്ത് തന്നെ വൈറ്റ് കളറിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലൂ കളർ ടച്ച് ചെയ്തതിന് ശേഷം അതിനൊന്ന് ചെറുതായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫിംഗർ പെയിൻറ്റിംഗ് ആണ്. കണ്ട ഒരു ഷെയ്ഡൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി ഗ്രീൻ കളർ എടുത്തിട്ട് നമ്മൾ ഈ ഫ്ലവേഴ്സിനെ ജോയിൻ ചെയ്യാണ്. അതുപോലെ തന്നെ കണ്ട ഇങ്ങനെ ജസ്റ്റ് ബോട്ടിൽ ഇങ്ങനെ ഒന്ന് പെയിൻറ്റിംഗ് ബ്രഷ് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ലീഫിൻ്റെ ഷേപ്പും ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ബ്രഷ് പെയിൻറ്റിംഗ് ബ്രഷ് ഗ്രീൻ കളറിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബോട്ടിലിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ ഒരു കുഞ്ഞു ലീഫിൻ്റെ ഷേപ്പായിട്ട് കിട്ടും. ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സിനെയും ലൈൻസും ലീവ്സും വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ നടുവിൽ കണ്ട കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വേർഡിങ്സ് എഴുതി കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് ആക്രിലിക് കളേഴ്സ് വെച്ചിട്ട് ഗുഡ് വൈബ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ബോട്ടിൽ ചെയ്തെടുക്കാം. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ബേസ് കോട്ട് കൊടുത്ത് ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലാണിത്. ഇതിൽ പെയിൻറ്റിംഗ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പോണത്. അപ്പം പെയിൻറ്റിംഗ് ബ്രഷിൻ്റെ ബാക്കിലെ ടിപ്പ് റെഡ് ആക്രിലിക് കളറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ഫിംഗർ പെയിൻറ്റിങ് ചെയ്ത പോലെ തന്നെ ഡോട്ട്സ് ഇട്ടിട്ട് ആ ഒരു ഫ്ലവർ ഷേപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കുഞ്ഞ് ഫ്ലവേഴ്സാണ് നമുക്ക് കിട്ടുക. കുഞ്ഞ് ഫ്ലവേഴ്സാണ് നമുക്കിതിന് വേണ്ടതും. ഇനി ഈ പെയിൻറ്റിംഗ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യെല്ലോ കളറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചിങ്ങനെ ഡ്രോപ്സിൻ്റെ വാട്ടർ ഡ്രോപ്സിൻ്റെ ഷേപ്പിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ബഡ് പോലെയാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ആ ഒരു ബ്രഷ് ഡയറക്റ്റ്ലി പെയിൻറ്റിൽ മുക്കിയിട്ടും ചെയ്യാം. എന്തുകൊണ്ടാണ് നമ്മളിതിൻ്റെ ബാക്കിലെ ടിപ്പ് വെച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പെയിൻറ്റിംഗ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്ത് ബോട്ടിലിൽ ചെയ്യുമ്പം ഈ ഒരു പെയിൻറ്റ് കുറച്ചിങ്ങനെ തിക്കായിട്ട് ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഇതിനിടയ്ക്ക് നമ്മൾ റെഡ് ഫ്ലവേഴ്സിനകത്ത് യെല്ലോ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ പെയിൻറ്റിംഗ് ബ്രഷ് വെച്ചിട്ട് നമ്മളൊരു യെല്ലോ ഫ്ലവർ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറും കൂടെ ചെയ്തെടുക്കുകയാണ്.
അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലീവ്സും കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റ് കളറിലുള്ള ലീവ്സ് ആയിരിക്കും ഭംഗി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്രീന് ഡാർക്ക് ഗ്രീൻ ആയതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് യെല്ലും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇനി ഈ ഒരു ഫ്ലവേഴ്സിനെയും അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ ബഡ്സും നമുക്ക് വൈറ്റ് കളർ അക്രിലിക് കളേഴ്സ് വെച്ചിട്ട് ലൈൻസ് വരച്ചു കൊടുത്ത് കണക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ വൈറ്റ് ലൈൻസൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് നടുവിൽ കാണുന്ന സ്പേസിൽ നമുക്ക് ഇഷ്ടമുള്ള വേർഡിങ്സ് എഴുതിയെടുക്കാം. സ്പ്രെഡ് ജോയ് എന്നാണ് ഞാൻ ഈ ബോട്ടിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ 2 ബോട്ടിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി 3rd ബോട്ടിൽ ചെയ്യാം. അപ്പോൾ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലാക്ക് ബേസ് കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പെയിൻറ്റിങ് ബ്രഷ് വൈറ്റ് ആക്രിലിക് കളറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം സിമ്പിളായിട്ടുള്ളതുപോലുള്ള പെറ്റൽസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ സെയിം ഫ്ലവർ നമ്മൾ ഈ ബോട്ടിലിൽ നിറയെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ജസ്റ്റ് നമ്മൾ പെയിൻറ്റിങ് ബ്രഷ് ഒരു ബോട്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിലിങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം ബോട്ടിൽ മുഴുവനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്ത് മാത്രം ചെയ്തെടുത്താലും മതി. ഇനി നമ്മൾ കുഞ്ഞു വിരൽ യെല്ലോ കളറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഫ്ലവേഴ്സിൻ്റെ നടുവിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള 3 ബോട്ടിലാട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 ബോട്ടിൽസിനെ നമ്മൾ ഒരുമിച്ചാണ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. ഇതാണ് നമ്മൾ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീട്ടിൽ ഇതുപോലെ വേസ്റ്റ് ബോട്ടിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇനിയും ക്രാഫ്റ്റ് വീഡിയോസും ക്രോഷ്യ വീഡിയോസും കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.